ഇപ്പോൾ അമേരിക്കയിൽ ഷട്ട് ഡൗൺ നടക്കുകയുണ്ട്. അതുകൂടെ മനസ്സിലാക്കുന്നു. 20ാമത്തെ ദിവസമാണിന്ന്. അമേരിക്കയിലെ വെബ്സൈറ്റുകളൊക്കെ അതിൻ്റെ തുറന്നു നോക്കിയാൽ കാണാം. മേലെ തന്നെ അതിൻ്റെ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. 20 days 6 hours 43 minutes 5 seconds എന്നൊക്കെ പറഞ്ഞിട്ട് കൗണ്ട് ഡൗൺ ക്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കിങ്സ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ഈ സംഭവം അത് ഒരു എന്താ പറയുക ഒരു ലൂസ് ഓൺലൈൻ കൂട്ടായ്മയാണത്. ജൂണിൽ ഇതേമാതിരി ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അന്ന് 2100 കേന്ദ്രങ്ങളിലാണ് പ്രൊട്ടസ്റ്റ് നടന്നത്. മൊത്തം 5 മില്യനും 6 മില്യനും ഇടയിൽ ജനങ്ങൾ പങ്കെടുത്തു എന്നാണ് അതിൻ്റെ കണക്ക്. പക്ഷേ 60 ലക്ഷം മനുഷ്യർ ഒരു ദിവസം തെരുവിലിറങ്ങിയെന്നാണ്. ഇപ്പോൾ ശനിയാഴ്ച നടന്നിട്ടുള്ളതും അതിനേക്കാൾ മികച്ച സംഘാടനത്തോടുകൂടി മികച്ച പാർട്ടിസിപ്പേഷനോടുകൂടി 2700 കേന്ദ്രങ്ങളിൽ 7 മില്യനും 8 മില്യനും ഇടയിൽ ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഇതൊരു ലൂസ് ഓൺലൈൻ കോർഡിനേഷൻ ആണെങ്കിലും ഈ പരിപാടികൾ വെൽ കോർഡിനേറ്റഡ് ആണ് ആൻഡ് നോൺ വയലൻ്റ് ആണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എവിടെയും സംഘർഷങ്ങളൊന്നുമില്ല. നോൺ വയലൻ്റ് ആയിരിക്കണം. നാഷണൽ ഗാർഡിനെ വരെ ഇറക്കിയിട്ട് പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ട്രംപ് പരിപാടി ഇട്ടിരുന്നെങ്കിലും ഒരു നിലക്കുള്ള വയലൻസിലേക്കും പോകരുത് എന്ന കർശനമായിട്ടുള്ള തീർപ്പ് സംഘാടകർക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും നോൺ വയലൻ്റ് ആയിട്ടാണ് നടന്നത്. അപ്പോൾ ഒരൊറ്റ ദിവസം 8 മില്യൺ മനുഷ്യർ 80 ലക്ഷം മനുഷ്യർ അമേരിക്കയിൽ തെരുവിലേക്ക് ഇറങ്ങുക, ഒരൊറ്റ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അഭൂതപൂർവ്വമായിട്ടുള്ളൊരു സംഗതിയാണ്.